അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു പാൻറ്റാണ് പലാസ പാൻറ്റ് നമുക്ക് വെട്ടുന്ന നോക്കാം. അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ്. ടോപ്പ് തയ്ച്ച് അതിൻ്റെ പാൻറ്റാണിത്. 2.5 മീറ്റർ തുണിയുണ്ട്. ഇത് നല്ല ഇതിപ്പോൾ മീഡിയം അളവിനുള്ള പാൻറ്റ് മതി. 38 ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ്. നീളമില്ലാത്ത വലിയ നീളമൊന്നുമില്ലാത്ത ഇതാണ്. സാധാരണ 40-41 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ വണ്ണവും അതിനനുസരിച്ച് 48 ഇഞ്ച് വണ്ണവും മതി. കാരണം 48 ഇഞ്ച് വേണ്ടല്ലോ, മൊത്തത്തിൽ ഇടുന്നുള്ള. അതാണ്ട ഈ തുണിയെ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആ വക്ക് തമ്മിൽ മടക്കണം. വക്കും ഭാഗം ഓപ്പോസിറ്റ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം അത് നമുക്ക് അല്ലാതെ മടക്കിയെടുക്കണം. രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇതേമാതിരി ഒരു സൈഡിൽ മടക്കിയതിന് ശേഷം നീളത്തിൽ തുണി ഇങ്ങനെ മടക്കിയെടുത്ത് നമുക്ക് തേച്ചെടുത്തതിന് ശേഷം ഇനി ഒരു മടക്കും കൂടെ വേണം. ഒരു ഭാഗമായി ഇനി ഒരു ഭാഗവും കൂടെ മടക്കിയെടുക്കണം. തുണി നീളത്തിൽ ഒരുപാട് തുണിയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്ക്കുകയും ചെയ്യാം, വെട്ടുകയും ചെയ്യാം, തയ്ക്കുകയും ചെയ്യുന്ന ഇതാണിത്. അത് ഞാൻ തുണി നേരെ എടുത്തിടുവാണ്. അങ്ങനെ എടുത്തിട്ട് തുണി രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം മടക്ക് ഭാഗമുണ്ട്, തുറന്ന ഭാഗം അപ്പുറത്ത്. മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗവും ഓപ്പോസിറ്റ് തുറന്ന ഭാഗവുമാണ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് ഇറക്കം എടുക്കാം. ഇറക്കം 38 ഇഞ്ച് വേണം. 2 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്. മുകളിൽ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് ലൂസ് ഇടണം. പിന്നെ 1 ഇഞ്ച് അടിഭാഗം പാൻറ്റിൻ്റെ അടിഭാഗം തയ്ക്കുക. അങ്ങനെ 41 ഇഞ്ച് എടുത്തുണ്ട്. 38ഉം 2ഉം 40 41 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള ഇറക്കം അവരവർക്ക് എടുക്കാം. എനിക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ ഇതങ്ങ് മാറി, ക്യാമറയുടെ ഇത് മാറി വന്നതാണ്, ഇങ്ങനെ വന്നത്. ഞാൻ ഇറക്കം അങ്ങനെ എടുത്ത് അവിടെ സ്കെയിൽ വെച്ച് അങ്ങ് നേരെ വരയ്ക്കുക. ചോക്ക് നല്ലോണക്ക് തെളിഞ്ഞിട്ടില്ല ഇതിനകത്ത്. അപ്പം ഇത് കണ്ട ഈ ഭാഗമാണ് ഈ 38 ഇഞ്ചും 38 41 ഇഞ്ച് എടുത്ത് മൊത്തത്തിൽ അങ്ങ് എടുത്ത് മോളി 2, പിന്നെ അടിഭാഗത്ത് 1 ഇഞ്ച്. ഇനി 2 ഇഞ്ച് നമുക്ക് ഒന്ന് അടയാളം കൊടുക്കാം, അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചോക്ക് എടുത്ത് വെച്ചതിന് ശേഷം. പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. സാധാരണ പാൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പലാസ പാൻറ്റ് വെട്ടാൻ പറ്റും. ബാക്കിയുള്ള എല്ലാം ഇച്ചിരി ഞുറുമൊക്കെ ഉള്ളതെങ്കിൽ പാട്ടിയാല പാൻറ്റൊക്കെ ഇച്ചിരി പാടാ, ചുരി ബോട്ട് അതിനെക്കാട്ടിയും പാടാ. ഇത് പെട്ടെന്ന് എളുപ്പം അറിയാൻ വയ്യാത്തവർക്കും പാടിയെടുക്കും. ഇത് സീറ്റ് ലെങ്ത് എടുത്തേക്കുന്നത് 14 ഇഞ്ചാണ്. അവിടെ നിന്ന് സീറ്റിൻ്റെ വണ്ണം അതും 14 അങ്ങ് എടുക്കുവാണ്. 14 ഇഞ്ചാണ് സീറ്റിൻ്റെ വണ്ണം എടുത്തേക്കുന്നത്. സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ക്രോച്ച് ലെങ്ത്, അവിടുന്ന് തിരിച്ചങ്ങോട്ട് എടുക്കുവാണ് 14. ഇത് രണ്ടും ഒരേ അളവ് ഞാനങ്ങ് എടുക്കുന്നത്. കാരണം 12 ഉള്ളു. പിന്നെ 2 ഇഞ്ചും കൂടെ അധികം ഇട്ട് കൊടുക്കുക ലൂസ്. അവിടെ 14 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് മുകളിൽ നമ്മൾ ഇറക്കം എടുത്തിട്ട് മോൾ ഭാഗം ഉണ്ടല്ലോ, ഇലാസ്റ്റിക് എന്ന ഭാഗം 12 മതി. മടക്കി ഇട്ടതിന് ശേഷമാണ് 12. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ ചുറ്റും എടുക്കുന്നത് 48. അതിൻ്റെ 4-1 12. താഴോട്ട് 14 ഇഞ്ചിൻ്റെ ക്രോച്ച് ലെങ്ത്, സീറ്റ് ലെങ്ത് അല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത് അവിടെ അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പ് കൊടുത്ത് നമ്മുടെ കൈക്കുഴിക്ക് എടുക്കത്തില്ല, അതേമാതിരി അത്രയൊന്നും ഷേപ്പ് വേണ്ട, ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുക മുകളിലോട്ട്. അങ്ങനെ 12 ഇഞ്ച് എടുത്ത് അവിടുന്ന് 2 ഇഞ്ച് മടക്കി തയ്ക്കാനെടുത്ത് അതിന് ശേഷം ക്രോച്ച് ലെങ്ത് എടുത്ത് താഴെ ക്രോച്ച് ലെങ്ത് എടുത്തതിന് ശേഷം ഇനി അവിടെയും സീറ്റിൻ്റെ വണ്ണമാണ് എടുത്തേക്കുന്നത്. ഏറ്റവും വണ്ണമുള്ള ഭാഗമാണ് അവിടെ. ഇതാണ് ലൂസ് ഇടേണ്ട ഒരു പാട്. ഇനി നമുക്ക് ബോട്ടമാണ് എടുക്കേണ്ടത്. അടിഭാഗം പാൻറ്റിൻ്റെ അടിഭാഗം 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 12 ഇഞ്ച് മതി. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ മോള് വന്ന് എന്നെ പിടിക്കുവാണ് ടേപ്പിന്. അങ്ങനെ എന്നിട്ട് സ്കെയിൽ വെച്ചങ്ങ് വരയ്ക്കാം. ടേപ്പ് എടുക്കുമ്പം വെട്ടാനെടുക്കുമ്പോൾ ഓടി വരും ടേപ്പ് പിടിച്ച് വയ്ക്കാം അവൾക്ക് അളവെടുക്കാൻ. അങ്ങനെ അത് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ക്രോച്ച് ലെങ്ത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം.
കട്ട് ചെയ്ത് അപ്പോൾ അതാണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനകത്തോട്ട് കയറി തയ്ക്കാൻ തുടങ്ങാം. അതാണ്ട് എല്ലാം തയ്ച്ച് ഇത്രയേ ഉള്ളു, ഇത്രയേ ഉള്ളു, എളുപ്പം വെട്ടിയെടുക്കാം, ഇത്രയേ ഉള്ളു. അടിഭാഗം ലൂസായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ല, ക്രോച്ച് ലെങ്ത് അല്ലെങ്കിൽ സീറ്റ് ലെങ്ത്, ആ ഭാഗം വെച്ച് തയ്യൽ തുമ്പ് ഇട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടങ്ങ് തയ്ച്ച് ആ ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. എടുത്ത ശേഷം ഇലാസ്റ്റിക്, എന്നിട്ട് ഒരു സൈഡ് തയ്ച്ചാൽ മതി. എന്നിട്ട് ഇലാസ്റ്റിക് വെക്കാൻ 2 ഇഞ്ച്, 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കി പിന്നെ 1.5 ഇഞ്ച് അത് മടക്കി തയ്ക്കണം. ഇലാസ്റ്റിക് വെക്കാനുള്ള തയ്യലാണ്. കുറച്ചേ കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് അങ്ങ് തയ്ച്ച് തീർക്കാം. ഇനി നമുക്ക് മുകളിൽ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു ഇട്ടാൽ അത് നല്ല ഇത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നല്ല ഇലാസ്റ്റിക്കിന് നല്ല ഷേപ്പ് ഇടാണ്ട 1/4 ഇഞ്ച് പിന്നെ വീതിക്ക് തയ്ക്കണം. ശേഷം ദാണ്ട ആ പാൻറ്റിനെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇലാസ്റ്റിക് എടുത്ത് നമുക്ക് അളവ് പിടിക്കണം. ആ പാൻറ്റിൻ്റെ മടക്കിയിട്ടതിന് ശേഷമാണ് ആ മടക്ക് ഭാഗം ഉണ്ടല്ലോ പകുതി, അവിടെ വെച്ച് ഇലാസ്റ്റിക് എടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്കൊരു പിന്ന് ഉപയോഗിച്ച് ഈ പിന്നെ ഹോളിലോട്ട് കയറ്റാം. പാവാട പാൻറ്റിൻ്റെ ഇത് ഇലാസ്റ്റിക് ഇടുന്നത്, ഇങ്ങനെ ഇലാസ്റ്റിക് ഇടുന്നത് ബിഗിനേഴ്സിനാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കുന്ന പാൻറ്റാണ് ഇത്. അതുകൊണ്ട് അതാണ്ട അങ്ങനെ അകത്തോട്ട് കയറ്റി കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ പിന്നു വെച്ച് അകത്തോട്ട് കയറ്റി അത് തീരുമ്പം, ഒരു ഭാഗം തീരുമ്പോൾ നമുക്കൊന്ന് അവിടെ പിടിച്ചുകൊണ്ടൊന്ന് തയ്ക്കണം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇഞ്ഞ് ഊരിപ്പോവും. ആ ഇലാസ്റ്റിക് ഇഞ്ഞ് ഊരി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇല്ല, അപ്പോൾ ഇനിയിപ്പോൾ ഇതാ തയ്ച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഇലാസ്റ്റിക് ഊരി പോകത്തില്ല. ഇനി ധൈര്യമായിട്ട് നമുക്ക് പിന്നെ അകത്തോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കാം. ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ഇടേണ്ടത്. ഇനി ഈ പിന്നെ ഊരിയതിന് ശേഷം ഇലാസ്റ്റിക് അവിടെ തയ്ച്ച് പിടിപ്പിക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വേണ്ട, ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി 2 സൈഡും കൂടെ കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്ക് 4 മടക്കി തയ്ക്കാം. 1 ഇഞ്ചാണ്, 4 ഇഞ്ച് അകത്തോട്ടും വെച്ചതിന് ശേഷം 3/4 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കുവാണ്. 4 ഇഞ്ച് അടിഭാഗം. അങ്ങനെ മടക്കി തയ്ച്ചതിന് ശേഷം 4 നമുക്ക് ദാണ്ട കൂട്ടി യോജിപ്പിക്കാം. 1 ഇഞ്ചാണ് നമ്മൾ തയ്യലിട്ടേക്കുന്നത്. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇട്ട് മൊത്തത്തിൽ അങ്ങ് കൂട്ടി യോജിപ്പിക്കാം. ദാണ്ട ഇത് ക്രോച്ചിൻ്റെ ഭാഗമാണ്. ആ ഭാഗം വന്ന് മൊത്തത്തിൽ അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇതോടുകൂടി തയ്യൽ തീർന്ന്, പാൻറ്റിൻ്റെ തയ്യൽ തീർന്ന്. ഇത്രയേ ഉള്ളൂ. ഇനി ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ മതി. കണ്ട ആ തയ്യൽ പൊട്ടിപ്പോവാതിരിക്കും. ഒരു ടിപ്പാണിത്. കണ്ട തയ്യൽ ഇത് നൂലളവിൽ പോവാതിരിക്കാൻ വേണ്ടിയതാ ഇങ്ങനെ ഒന്ന് നൂല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടന്നോളും. കണ്ട ഇനി നമുക്കത് തിരിച്ച് വെച്ചൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ ഒരു തയ്യലും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കാരണം അവിടെ ലൂസ് വേണ്ടുന്നത്. ഏതാണ്ട് എല്ലാം തയ്ച്ച് തീർന്ന്. കണ്ട ഇലാസ്റ്റിക് കണ്ട ഇതാ ഇങ്ങനെ ചുളുങ്ങി കിടക്കും. കണ്ട നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.